ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്ന പോലത്തെ അഭ്യാസം തൽക്കാലം ഇവിടെ ഇറക്കി കളിക്കണ്ട. വെടക്കാക്കി തനിച്ചാക്കാൻ ആരും മോഹിക്കുകയും വേണ്ട. അങ്ങനെയുള്ള ആർക്കും കുതിര കാണാനുള്ള സാധനമല്ല വന്ദന. ഇവളെന്റെ ഭാര്യ. ഞാൻ ശ്യാമിനെ കാണാനാ വന്നത്. എനിക്കെപ്പോഴും ഇവിടെ വരാന്ന് സംഗീതാമ്മ പറഞ്ഞിരുന്നു. വിക്രം കേറുവാ. ഓർഡർ കിട്ടിയില്ലേ? ചെല്. വരൂ. വാ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ശരി. വേണ്ട, ഇരിക്കെ. ചായ കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഉണ്ടാക്കാം. നീ ഓൾവേസ് വെൽക്കം പറഞ്ഞൊരു അതിഥിയിൽ ഇപ്പൊ വന്നിരിക്കുന്നേ. നീ തന്നെ ഇരുന്ന് സംസാരിക്കും. സർ, വർമ്മ സാറിന് എന്നോടുള്ള ദേഷ്യം എപ്പോഴും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ, അതൊന്നും കാര്യമാക്കരുത്. ആളൊരു പാവാ, എല്ലാം ശരിയാവും. വിക്രം ഇരിക്കേ. കോളിംഗ് ബെല്ല് മുഴങ്ങിയപ്പോ അമ്മു വാതില് തുറക്കാതെ പരിഭ്രമിച്ചു നിന്നു. പുറത്തു വന്നത് വിക്രമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇവള് ഭയപ്പെട്ടു നിന്നത്. പക്ഷേ അമ്മുവിന് വിക്രമിനെ കണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അപ്പോ അമ്മുവായിട്ട് നിൽക്കുന്ന ഇവൾ വർഷ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എന്തായാലും ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. പക്ഷേ വർഷേ, അമ്മോ, എന്താ സർ? ഇത്രയും പ്രാവശ്യം തന്നെ വിളിച്ചതൊന്നും നീ കേട്ടില്ലേ? ഇല്ല. ഹോളിലിരിക്കുന്ന ഗസ്റ്റിന് ഒരു ചായ കൊണ്ട് കൊടുക്കണം. പെട്ടെന്ന് വേണം. ശരി സർ. സർ, എന്താ? എന്റെ പേര് അമ്മൂന്നോ, വർഷ എന്നല്ല. എന്റെ കൊച്ചെ, നിന്നെ കാണുമ്പോഴൊക്കെ ഈ പേര് എനിക്ക് മാറി പോവാറുണ്ട്. ഇനി മാറില്ല. മാറാതെ ഞാൻ നോക്കിക്കോളാം. പോരെ? നീ വേഗം ചായ ഇട്. ഈശ്വര, ജഗത്തന്റെ കടലിലെ നടുക്കായി പോയല്ലോ ഞാൻ. വിക്രമിന്റെ മുമ്പിലെ ചായയായിട്ട് ഞാൻ എങ്ങനെ ചെല്ലും? ഈ അഗ്നി പരീക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഭഗവതി. ഓ, എത്ര തുടച്ചാലും ചില അഴുക്കുകൾ പോവാൻ പോകുന്നില്ല. ഹരിത ഇപ്പൊ വന്നു. വന്നിട്ടേ 10-27 കൊല്ലമായി. പക്ഷെ അനുഭവിക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ ആ നാശം പിടിച്ച വീട്ടിൽ വലതുകാല് വെച്ച് കയറിയതിനു ശേഷമാ. ഹരിത പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല. ദേ, എന്റെ മുന്നിൽ കിടന്ന് പൊട്ടം കളിക്കരുത്.
അവിടെ കുറെ അഭിനയം കണ്ടിട്ടാ ഞാൻ പെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നത്. കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ എന്റെ കുഞ്ഞിനെ കൊന്നവള് മല പോലെ ഇങ്ങനെ നിക്കുവാ. ഹരിതേ, ഞാനല്ല നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. അല്ലേ? നിങ്ങളുടെ കൈകൊണ്ട് തന്ന ആയുർവേദ മരുന്ന് കഴിച്ചിട്ടാ ഞാൻ അബോഷനായത്. ആ കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിലും നീ ചെയ്ത നീച പ്രവൃത്തികൾ തികട്ടി വന്നുകൊണ്ടേയിരിക്കും എനിക്ക്. എന്താ മോളെ നീ ഒരു വാക്ക് പോലും പറയാതെ? അതപ്പച്ചി, ആ വീട് എനിക്ക് മടുത്തു. മടുക്കും, അത് എനിക്കറിയാലോ മോളെ. ഈ കല്യാണം എന്നൊക്കെ പറയുന്ന സമന്മാരോടൊപ്പം വേണോന്നാ പഴമക്കാർ പറയുന്നത്. അല്ലാത്ത ബന്ധങ്ങളൊന്നും ഒരിക്കലും ശരിയായി പോയിട്ടില്ല. ആട്ടെ, ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? അവിടെയുള്ള ആൾക്കാരെ പോലെ ഞാൻ എച്ചിൽ പാത്രം കഴുകണോ അത്ര? നിക്ക്, എച്ചിൽ പാത്രം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയാ പോരാ, കഴുകി വെക്കണം. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുപ്പീരിയർ ഓഫീസർ ഒന്നുമല്ലല്ലോ. അവനവൻ കഴിക്കുന്ന പാത്രത്തിലെ എച്ചില് അവനവൻ തന്നെ കഴുകി വെക്കണം. അയ്യോ, ഈ എച്ചിപ്പാത്രം കഴുകുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് ചാടിയാലേ ഈ അപമാനമൊക്കെ സഹിക്കേണ്ടി വരും. ആഹാരം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നത് കുറച്ചിലായിട്ട് കാണുന്നതിന്റെ പ്രശ്നം. നമ്മള് കഴിച്ച ആഹാരത്തിന്റെ പാത്രം മറ്റുള്ളവരെ കൊണ്ട് കഴുകിപ്പിക്കുന്നതാണ് തെറ്റ്. കൊള്ളാം. എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് നാവിട്ട് അലച്ചാലുണ്ടല്ലോ, ആ നാവ് ഞാൻ. ഹരിതേ, വേണ്ട. അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്ന പോലത്തെ അഭ്യാസം തൽക്കാലം ഇവിടെ ഇറക്കി കളിക്കണ്ട. വെടക്കാക്കി തനിച്ചാക്കാൻ ആരും മോഹിക്കുകയും വേണ്ട. അങ്ങനെയുള്ള ആർക്കും കുതിര കാണാനുള്ള സാധനമല്ല വന്ദന. ഇവളെന്റെ ഭാര്യ, നിന്റെ ഏട്ടത്തിയമ്മ. ആ ബഹുമാനം ഊണിലും ഉറക്കത്തിലും മനസ്സിലുണ്ടാവണം. വന്ദനെ, അച്ഛാ. എന്താ മോളെ പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട്? ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? എനിക്ക് അവിടെ ജീവിക്കാൻ വയ്യ അച്ഛ. അടുത്തു. ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ സഹിക്കാം. എച്ചിൽ പാത്രം കഴുകണമെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെയാ അച്ഛ? കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളാര് ചെയ്യുന്ന പണിയാണോ കരുണാകര ഇതൊക്കെ? മാനത്തെ കൊട്ടാരം